കഴിഞ്ഞ റബീഉൽ അവ്വൽ 1-ാം രാവിന് ഞങ്ങൾ സൗർ ഗുഹയുടെ ഉള്ളിലായിരുന്നു. അങ്ങനെ ഇത് പറഞ്ഞാൽ ഇന്ന് തീരൂല. എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്? 1446 കൊല്ലം മുമ്പ് ലോകഗുരുവായ പുണ്യപ്രഭു നടന്ന വഴി അടയാളമുണ്ട്. ഇതുപോലെ ഒരു നേതാവ് ലോകത്ത് വേറെ ആരാണ്? ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയ സ്ഥലമുണ്ട്. കുറെ അങ്ങനെ പോയിട്ട് വാദി ഉസ്ഫാനിലൂടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തീതുപ്പുന്ന സൂര്യന്റെ കീഴെ സഞ്ചരിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ നോക്കി, പുണ്യ നബിയെ ഇരുത്താൻ ഒരു സ്ഥലം കിട്ടുമോന്ന്. അപ്പോ ഒരു പാറ ഇങ്ങനെ നിൽക്കുന്ന സഖറത്തു തവീല, സീറത്ത് ഇബ്നു ഹിശാം. ഞങ്ങളാ സഖറത്തു തവീലയുടെ ഉള്ളിൽ പോയിരുന്നു. 1446 കൊല്ലം മുമ്പ് പുണ്യ നബി ഇരുന്ന പാറയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും പെയിന്റ് അടിച്ചിട്ടില്ല, ഒരു കെട്ടിടവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അവിടെ വെച്ച് ആ ചരിത്രം വായിച്ചു നോക്കി. ഇങ്ങനെ ഞങ്ങൾ റബീഉൽ അവ്വൽ 12 വെളുപ്പിനാണ് മദീനയിൽ എത്തിയത്. അറിയുമോ? ചമൻ കെ ദിൽകശി ഗുലോं के ही व शबनमी वो इतना प्यारा नाम है नबी 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, മക്കളുടെ ഉള്ളിലേക്ക് കുഞ്ഞു പ്രായത്തിലെ ഉപ്പ ഉമ്മ അതിലും മേലെ സ്നേഹം എൻ്റെ നബിയോട് എന്നൊന്ന് ചേർത്ത് വെച്ചു കൊടുക്കൂ ഉമ്മ. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ മഹബ്ബത്ത് തരട്ടെ.